ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ പഴയ കാലത്ത് നമുക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ എന്തിനാണ് സമ്മേളനത്തിന് പോകുന്നത് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ, ഈമാനുള്ളവർ പറയാറുണ്ട്, യാ വദൂദ് യാ വദൂദ് യാ വദൂദ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാനാ ഞങ്ങൾ പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ജമാഅത്തായി മഗ്രിബ് നിസ്കരിക്കുമ്പോ അതിലൊരു മഅ്മൂമാവാനാ ഞങ്ങൾ പോകുന്നത്. അവിടെ അടിയങ്ങളെ കാക്കണേ, അടിയങ്ങളോട് പൊറുക്കണേ, അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാനാ പോകുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ആരാണത്? മഹാന്മാരായ തങ്ങന്മാർ, പതിനായിരക്കണക്കിന് സാദാത്തുക്കൾ, പതിനായിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ, പതിനായിരക്കണക്കിന് ഹാഫിളീങ്ങൾ, പതിനായിരക്കണക്കിന് യതീമുകളായ മക്കൾ, ഒരുപാട് ലക്ഷങ്ങളായ മഹാപണ്ഡിതന്മാർ, ആബിദീങ്ങൾ, നിഷ്കളങ്കരായ ഉമറാക്കൾ, സ്വാലിഹീങ്ങൾ, ദുആക്കുത്തരം കിട്ടുന്നവർ, അവരൊക്കെ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുമ്പോ, സയ്യിദുൽ ഉലമ ദുആ ചെയ്യുമ്പോ, തങ്ങന്മാര് സാദാത്തുക്കൾ ദുആ ചെയ്യുമ്പോ, ഔലിയാക്കൾ ദുആ ചെയ്യുമ്പോ, മഹാന്മാരായ ഉലമാ ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയാൻ അതിന് ലക്ഷങ്ങളല്ല കോടികൾ ചെലവഴിച്ചാലും ഈ ഉമ്മത്തിന് അതിൽ അഭിമാന ബോധമാണുള്ളത്. ചില കുതന്ത്രക്കാരുടെ ചോദ്യമുണ്ട്, കോടികൾ ചെലവഴിച്ച് സമ്മേളനം നടത്തുക, ആ കോടികൾ ഉണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിക്കൂടെ? കോടികൾ കൊടുത്ത് സമ്മേളനം നടത്തുക, ആ കോടികൾ ഉണ്ടെങ്കിൽ വലിയ അറബി കോളേജ് കെട്ടിക്കൂടെ? കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക, പകരം പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചു വിട്ടൂടെ? രോഗികളെ സഹായിച്ചൂടെ? ഇത് കഴിഞ്ഞ 2-ാം കൊല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ മീലാദ് വന്നപ്പോ ഇവിടെ വഹാബികളും മൗദൂദികളും പടച്ചുവിട്ട ഒരു ഓലപ്പാമ്പുണ്ടായിരുന്നു. വയനാട് ദുരന്തമാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം നബിദിനാഘോഷമില്ല. ആ പണം മുഴുവനും വയനാട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കുറെ നിഷ്കളങ്കരായ ചെറുപ്പക്കാര് അത് ശരിയാണ് എന്ന് കരുതി ഷെയർ ചെയ്തു. കാരുണ്യത്തിന്റെ പ്രവാഹം ഒഴുക്കണം വയനാട്ടിലേക്ക്. ഇത് കണ്ടപ്പോ ഇത് വഹാബികളുടെ, അതോടൊപ്പം തന്നെ മൗദൂദികളുടെ, അർദ്ധവഹാബികളുടെ, മുക്കാൽ മൗദൂദികളുടെ കുതന്ത്രമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ സയ്യിദുൽ ഉലമ ഇടപെട്ടു. സയ്യിദുൽ ഉലമ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലത്തെക്കാൾ നബിദിനവും മൗലിദും ഈ വർഷം മനോഹരമാക്കണം. മൗലിദോതി വയനാട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ പിരിവിനേക്കാൾ ഏറ്റവും കൂടുതൽ പിരിവെടുത്ത് വയനാട്ടുകാരെ സഹായിക്കുകയും വേണം. ചരിത്രത്തിൽ ഓരോ മഹല്ല് ജമാഅത്തുകളിലും ഏറ്റവും വലിയ റെക്കോർഡ് പിരിവ് നടന്നു. എന്തിനു വേണ്ടി? വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി. ഓരോ കൊല്ലത്തെക്കാൾ നബിദിനാഘോഷം ഗംഭീരമായി നടക്കുകയും ചെയ്തു. നബിദിനാഘോഷം വേണ്ട, അത് മിഠായി കൊടുത്ത് കഴിച്ചാൽ മതി. ബാക്കിയുള്ള പണം കൊണ്ട് മറ്റുള്ള പ്രവർത്തനം